ജൂൺ 7 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ന്യൂ മിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ട്, വിശുദ്ധ ആന്റണി മേരി ജിയാനെല്ലി, വിശുദ്ധ കോൾമാൻ, വിശുദ്ധ ഗോട്ടേഷാൾ, വിശുദ്ധ അവെന്തിന്യൂസ്, വിശുദ്ധ ദയോച്ച. ന്യൂ മിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ട് 1159 കാലഘട്ടത്തിലാണ് ന്യൂ മിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ട് ജീവിച്ചിരുന്നത്. 1139 ഇംഗ്ലണ്ടിൽ കർക്കശമായ ബെനഡിക്റ്റൈൻ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച 13 സന്യാസികളെ ബലം പ്രയോഗിച്ച് യോർക്കിൽ സെന്റ് മേരീസ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അന്ന് റോബർട്ട് വിറ്റ്ബി ആശ്രമത്തിലായിരുന്നു. അദ്ദേഹവും ബഹിഷ്കൃതരായ സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. പുല്ലുമേഞ്ഞ ഒരു പുരയിൽ അവർക്ക് തീവ്ര ശൈത്യകാലത്ത് ജീവിക്കേണ്ടി വന്നു. വസന്തകാലത്ത് അവർ ക്ലെയർവോയിൽ വിശുദ്ധ ബെർണാർഡിന്റെ ശിഷ്യരോടുകൂടെ താമസിച്ചു. ഇവരുടെ പരിശുദ്ധ ജീവിതം കണ്ട് യോർക്കിലെ പ്രഭുവായ ഹ്യൂഗ് തന്റെ സമ്പത്ത് മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഫൗണ്ടൻസ് ആശ്രമം ആരംഭിച്ചു. അവിടുത്തെ സന്യാസികളുടെ സന്മാതൃക കണ്ട് സന്തുഷ്ടനായി മെർപെത്തു പ്രഭു റെയ്നൂൾഫ് നോർത്തംബർലൻഡിൽ ഒരാശ്രമം സ്ഥാപിച്ചു. അതിന് ന്യൂ മിനിസ്റ്റർ ആശ്രമം എന്ന് പേരിട്ടു. ഫാദർ റോബർട്ട് പ്രസ്തുത ആശ്രമത്തിലെ ആബട്ടായി. ആബട്ട് റോബർട്ടിന്റെ മാതൃകാപരമായ ജീവിതം അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന സന്യാസികളെ പരിപൂർണതയിലേക്ക് ആനയിച്ചു. ഭക്ഷണമുറിയില് അദ്ദേഹത്തിന്റെ വ്യാപാരം മതിയായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുവാനും ആശയനിഗ്രഹം അഭ്യസിപ്പിക്കുവാനും. ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം നോമ്പിലെ തപസ് കൊണ്ട് ഭക്ഷണത്തിന് രുചി തോന്നാതിരുന്നപ്പോൾ സ്വല്പം റൊട്ടി തേനിൽ മുക്കി ഭക്ഷിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ സമയമായപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു. അപരർക്ക് അത് ദുർമാതൃകയാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. അങ്ങനെ ക്ഷീണിതനായി തീർന്ന ആബട്ട് റോബർട്ട് 1159 ഈ ലോകവാസം വെടിഞ്ഞു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: സുഹൃതങ്ങൾ അഭ്യസിക്കണമെന്ന് യുക്തിയും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അനുഭവം കൊണ്ടേ യഥാർത്ഥ അഭ്യാസം നാം ഗ്രഹിക്കുന്നുള്ളൂ. അതിനാലത്രേ സന്മാതൃകയ്ക്ക് യുക്തിയേക്കാൾ കൂടുതൽ മാനസാന്തര ശക്തിയുണ്ടെന്ന് പറയുന്നത്. ന്യൂ മിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ട് ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.